പൊന്നു കൂട്ടുകാരെ, എനിക്ക് ഹോം ടൂറൊന്നും കാണിക്കാൻ മാത്രം ഒരു ഹോം ടൂറൊന്നും എൻ്റെ വീട്ടിലില്ല. ഉള്ളതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതപ്പോൾ ആടിന് എങ്ങനെ വെള്ളം കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഇങ്ങനെ ഒരു പാത്രം എടുത്തത്, അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇത്ര വെള്ളം ഒഴിക്കും കേട്ടോ. ഇത്ര വെള്ളം അങ്ങനെ ഞാൻ ഒഴിക്കും കണ്ടോ. ഈ വെള്ളം ഒഴിച്ചു. ഇനി അടുത്തത് ഞാൻ എന്താ പറയുക, തവിടും പിണ്ണാക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ തവിടും പിണ്ണാക്കാണിത്. പച്ചരിയും തവിടും കൂടി കുതിർത്താട്ടതാണ് കേട്ടോ, പിണ്ണാക്കും കൂടിയും. ഇത് പച്ചരി ഇല്ലേ, പച്ചരി ഒരു നാഴി പച്ചരി എടുക്കും. എന്നിട്ട് അത് നന്നായി വേവിക്കും. വേവിച്ചിട്ട് താണ്ടില്ലേ, എനിക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചേക്കണത്. എന്നിട്ട് ഇത് പിണ്ണാക്കിട്ട് കുതിർത്തി വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് കൊട്ടി ഇപ്പോൾ ഇങ്ങനെയായി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തവിട് ഇടണം. തവിട് നല്ല വലിയ ചോളക തവിടില്ലേ, അതിടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന ഇത്തിരി ചോളക തവിട് ഇതിലേക്ക് ഇങ്ങനെ ഇടും. ഇതാണ്ടോ, കണ്ടില്ലേ, ഇങ്ങനെ ഇട്ടു. ഇതിലേക്ക് ചോളക തവിട് ഇടും. എന്നിട്ട് കുറച്ച് ഉപ്പ് വാരിയിടും കേട്ടോ. എന്നിട്ട് കൂട്ടുകാരെ ഇത് അത്ര ഉപ്പ് എടുക്കും. ഇത്ര ഉപ്പ് എടുത്തിട്ട് ഈ ഉപ്പ് ഇടും കേട്ടോ. അതങ്ങനെ ഉപ്പും വാരിയിടും. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങനെ ഇളക്കും. ഓ, നല്ല ചൂടുണ്ട്, അത് കാരണം നല്ല ചൂടാണ് കേട്ടത്. നല്ലോണം ഇളക്കണം. തിക്കായില്ലെങ്കിൽ എൻ്റെ ആടുകൾ അപ്പം ചാവും. കാരണം അവർക്ക് വെള്ളത്തിൽ കുടിക്കണം ഇഷ്ടമല്ല, നല്ല കട്ടിക്ക് കുടിക്കണം അവർക്ക്. അപ്പോൾ തിക്കാവണം. ഇത്തിരി കൂടി തിപ്പും. അപ്പോൾ ഇത്തിരി കുറച്ചും കൂടി തവിട് കോരിയിടും. തവിട് കോരിയിട്ട് എന്നിട്ട് ഇങ്ങനെ നന്നായി ഇളക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെയായി. സെറ്റാണേ, അടിപൊളിയാണേ. തൂത്തിരിന് അങ്ങനെ തിക്ക് ഇഷ്ടമല്ല. അപ്പോൾ തൂത്തിരിന് വേണ്ടി മാത്രം ഇത്തിരി വെള്ളം ഊറ്റും. എന്നിട്ട് തൂത്തിരിന് ഞാൻ അതിന് ആ വെള്ളം ഇങ്ങോട്ട് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായി. ഇതുണ്ടോ, കഞ്ഞി സൂപ്പറായി. ഇതാണ് ഞാൻ ആടിൻ്റെ കഞ്ഞി കൊടുക്കണ സംഭവം. പണിത് ജീവിക്ക് പറയണവരുടെ അടുത്ത് വന്നേ പറയുള്ളൂ. നല്ല പണിയുണ്ട്, മുട്ടാൻ പണിയുണ്ട് എനിക്ക്. എന്നിട്ട് ഇത് ഓരോരുത്തർക്കും ഓരോ പാത്രമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ പാത്രത്തിലും കൊടുക്കില്ല. ഞാനിവിടെ ഓരോരുത്തർക്കും ഓരോ പാത്രത്തിലാണ് കൊടുക്കുക. അപ്പോൾ ആദ്യം തൂത്തിരിനാണ് ഞാൻ എടുക്കുക. കാരണം തൂത്തിരിന് കുറച്ച് വെള്ളം വേണം. തൂത്തിരിന് വെള്ളം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇങ്ങനെ മുക്കിയിട്ട് അവൾക്ക് ഇത് ഇഡ്ഡലി ചെമ്പിലാണ് കൊടുക്കുക. അവൾക്ക് കുറച്ച് തോനെ വെള്ളം കുടിക്കുന്ന സൈസാണ് അവൾക്ക് വെള്ളം വേണം. വെള്ളച്ചിക്കൊന്നും അത്ര വെള്ളം വേണ്ട കേട്ടോ. വെള്ളച്ചിക്ക് അത്ര വെള്ളം ഇഷ്ടമല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാത്രമുണ്ട്. തൂത്തിരിക്ക് ഈ ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ കൊടുക്കുക. വെള്ളച്ചിക്ക് ഈ കുക്കറിൻ്റെ ഈ പാത്രത്തിലാണ് കൊടുക്കുക. കുട്ടിരൂന് ഞാൻ ഈ പാത്രം കൊടുക്കുക. കുട്ടിരൂന് ആ പാത്രത്തിൽ കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇനി വെള്ളച്ചിക്കുള്ളത് എടുക്കാം കേട്ടോ. വെള്ളച്ചിക്കുള്ളത് എടുക്കണം. വെള്ളച്ചിക്ക് ഇത്തിരി വെള്ളം മതി. വെള്ളച്ചി തോനെ വെള്ളം കുടിക്കണില്ല. ആദ്യമൊക്കെ അവൾ വെള്ളം നല്ല കുടിച്ചായിരുന്നു. ഇപ്പം എന്താണാവേ അവൾ അങ്ങനെ വെള്ളം കുടിക്കുന്നില്ല. കുട്ടൂരിൻ്റെ പാത്രത്തിൽ ഇടാം കേട്ടോ. കുട്ടൂരിന് അങ്ങനെ വെള്ളം ഇഷ്ടമല്ല. കുട്ടൂരിന് അങ്ങനെ കട്ടിക്ക് തന്നെ ഇഷ്ടമുള്ളൂ. അങ്ങനെ കൊടുക്കണം. ഇനി ഈ പാത്രത്തിലാണ് മറ്റേ മുട്ടന്മാർക്ക് കൊടുക്കുക കേട്ടോ. മുട്ടന്മാർക്ക് ഈ പാത്രത്തിൽ കൊടുക്കും. മുട്ടന്മാർക്ക് ഞാനിതാ ഇങ്ങനെ കുഴച്ച് കൊടുക്കും കേട്ടോ. നന്നായി കുഴച്ചിട്ട് കൊടുക്കും. കുഴച്ച് വെച്ച് കൊടുക്കും. ഇങ്ങനെ മുട്ടന്മാർക്ക് ഇങ്ങനെ കുഴച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ അവർ നല്ലോണം തിന്നും. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കൊടുക്കുക. അപ്പം ഇനി ഓരോരുത്തർക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം കുട്ടീന് കൊടുക്കാം. കുട്ടി അവിടെ നിൽക്കുകയാണേ. കുട്ടീന് കൊടുക്കാം. കുട്ടി കണ്ട റെഡിയാണ്. എന്നാൽ കുട്ടി കഴിച്ചു. കുട്ടി അങ്ങനെ കഴിച്ചു. ഇനി നമുക്ക് ഈ വെള്ളം ഇത് തൂത്തിരിനുള്ളതാണ് കേട്ടോ. തൂത്തിരിന് കൊടുക്കാം. നമുക്ക് തൂത്തിരിന് കൊടുക്കുകയാണ് കേട്ടോ. തൂത്തിരി കുടിക്കുകയാണ്. തൂത്തിരിന് ഭയങ്കര ഇഷ്ടമാണ്. തൂത്തിരിന് കുറച്ച് വെള്ളം കുടിക്കണം.
തൂത്തിരിൻ്റെ അങ്ങനെയാണ് തൂത്തിരി. കണ്ടില്ലേ തൂത്തിരി വെള്ളം കുടിക്കുന്നതാണ് പാവൻ്റെ തൂത്തിരി. തൂത്തിന് കുറച്ച് വെള്ളം എന്നിട്ട് കട്ടിക്കുള്ള അങ്ങനെ ഇഷ്ടമുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടത് കാരണം കൊണ്ടേ നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വെള്ളച്ചിക്ക് കൊടുക്കാം കേട്ടോ. ഇതാ എൻ്റെ വെള്ളച്ചി നാടി. നമ്മുടെ മുട്ടന്മാർക്ക് കൊടുക്കാം കേട്ടോ. മുട്ടന്മാരാണ് ഇതാ കണ്ടോ, ഇത് മുട്ടന്മാരെ ഫുഡാണ്. നമുക്കിത് കൊടുക്കാം. ബാ ബാ ബാ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം നനയുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ കുറച്ച് ഇരുട്ടാണ്, കാരണം ഇവിടെ ഈ ടാർപ്പായൊക്കെ തൂങ്ങുന്നതിനുണ്ട് ഇരുട്ടാണ്. കണ്ടോ, അങ്ങനെയാണ് എൻ്റെ പണി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവർക്ക് കൊടുത്തിട്ടേ ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. ഇനി ഞാൻ പോയിട്ട് കഞ്ഞി കുടിക്കാൻ പോവാണ്. പിന്നെ ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ചെറിയ കുട്ടിക്കൊന്നും വേണ്ട. കുട്ടീനെ ഇടയ്ക്കൊന്ന് ഞാൻ വന്ന് വാരി കൊടുക്കും. കാരണം അവനൊരു പാവമാണ് കുട്ടി, ഇടിക്കാരനാണ് കുട്ടി. എല്ലാ കുട്ടികളെ പോലെയല്ല, ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. ഇനി ഞാൻ കുടിക്കും. കുഞ്ഞിട്ടിയല്ലേ, ഒരു ആയി വഞ്ഞ് എല്ലാവരും ഒന്ന് കാണട്ടെ. കുഞ്ഞൊരു വാട്ടിയല്ലേ, പൂത്തിരി വാണി ഊട്ട് വാട്ടി. എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളച്ചിൻ്റെ കുട്ടി പെണ്ണാണ് കേട്ടോ. പുന്നോ മുമ്മ പുഞ്ചിരി വാട്ടി കൂച്ചിരി വാട്ടിയിട്ടേ അട്ട് പൂട്ടാട്ട് കിട്ടും. എല്ലാവർക്കും ഒരു ഉമ്മ പോക്ക്. എന്നിട്ട് ചുന്തിരിയാണ് പുഞ്ഞിന് വാട്ടി. ഇങ്ങനെ ഇറുക്കാൻ തോന്നും എനിക്ക്, ഇങ്ങനെ പിടിച്ച് ഇറുക്കാൻ തോന്നും. കാരണം അത്ര ക്യൂട്ടാണ് ആട്ടുംകുട്ടികൾ കേട്ടോ. ഭയങ്കര രസമാണ്. എനിക്ക് ജീവനാണ്. ഇവരെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര കരച്ചിലാണ് കൊടുക്കുമ്പോൾ. എന്തായാലും അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ആടുകൾക്ക് ഭക്ഷണം കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിയോട് കുടിക്കും. കഞ്ഞിയാണ് കേട്ടോ കൂട്ടുകാരെ. വെള്ളച്ചോറാണ്, വെള്ളത്തിലിട്ട കഞ്ഞിയാണ്, വേറെ ഒന്നുമില്ല. ഒരു ശകലം കഞ്ഞിയുണ്ട്. കുറച്ച് കോവയ്ക്ക വാങ്ങിയപ്പോഴേ നല്ല കോവയ്ക്കൊന്നുമല്ല കിട്ടിയത്, പഴുത്ത കോവയ്ക്ക കിട്ടിയത്. പഴുത്ത കോവയ്ക്കാണെങ്കിലും കോവയ്ക്കാണല്ലോ. അപ്പോൾ അത് അരിഞ്ഞിട്ട് ഇതാ കുറച്ച് കോവയ്ക്ക കൂട്ടാനുണ്ട്, കഞ്ഞിയുണ്ട്. ഞാൻ തമ്മിൽ കുടിക്കട്ടെ. ഫൈസൽ തന്ന ഫാനുണ്ട് ഇത് അവിടെ. ഫൈസൽ തന്ന ഫാന് കറങ്ങുന്നുണ്ട്, നല്ല സുഖമാണ്. ഒന്നും പറയാനില്ല. ഫാന് കറങ്ങുമ്പോൾ ഇതാ നല്ല മുടി ഇങ്ങനെ പറക്കണുണ്ട്. ഇനി ഞാനിതാ ഈ കഞ്ഞിയാണ് കുടിക്കാൻ കേട്ടോ. വേറെ ഒന്നുമില്ല, ആ കറിയൊന്നും വേറെ ഒന്നുമില്ല. ഈ കോവയ്ക്ക കറിയും കൂട്ടി ഇത്തിരി കഞ്ഞി കുടിക്കുക, എന്നിട്ട് പുല്ല് വെട്ടാൻ പോകും. അതാണ് കൂട്ടുകാരെ. ഇതാ ബൂണിച്ചക്കൻ നോക്കുന്നുണ്ട്. ബൂണിച്ചക്കന് വേണമെന്നാണ് പറയുന്നത്, പക്ഷെ കൊടുത്താൽ കഴിക്കില്ല. അവന് ഇറച്ചിയും മീനും വേണം. അവന് ഈ കോവയ്ക്കൊന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. വാവൂന്ന് പറയാനൊന്നുമില്ല, കാരണം ഈ കോവയ്ക്കപ്പേരും കഞ്ഞി തന്നെയല്ലേ. വിശപ്പിന് കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ, ടാറ്റ, ടേക്ക് കെയർ, ബൈ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആടിനെല്ലാം വട്ടം പോകണം. ടാറ്റ.